ഹബീബായ തങ്ങളെ സ്വഭാവമാ നമുക്ക് കടന്നു വരേണ്ടത്. എല്ലാ ഔലിയാക്കളും നേടിയത്, ജീലാനി തങ്ങൾ വിജയിച്ചത്, താജുൽ ഉലമ നേടിപ്പോയത്, ഖുർറത്തുസ് സാദാത്ത് വിജയിച്ചത്, കൻസുൽ ഉലമ നേടിയെടുത്തത്, ഹബീബായ തങ്ങളെ കേവലം പറഞ്ഞുകൊണ്ട് നടന്നവരല്ല, അവരെ ജീവിതത്തിൽ അവര് മാറ്റിവരുത്തിയത് കൊണ്ടാണ്, അവരെ ജീവിതത്തിൽ അതവർ പകർത്തിയത് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, എല്ലാ വേദികളിലും ഇരുന്നിട്ട്, എല്ലാ സദസ്സുകളിലും സജീവമായിട്ട്, എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിന്നിട്ട് ആഖിറത്തിലെത്തി നോക്കുമ്പോ സ്വഭാവം ശരിയില്ലാത്തതിന്റെ പേരില്, മനസ്സ് ശുദ്ധിയില്ലാത്തതിന്റെ പേരില് ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചു പോയാൽ, ആഖിറത്തിൽ നഷ്ടം വന്നു പോയാൽ നമ്മെക്കാൾ വലിയ ഹതഭാഗ്യരുണ്ടോ? നമ്മളെക്കാൾ വലിയ നഷ്ടം സംഭവിച്ചവരുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വന്തം മക്കൾ ശത്രുക്കളാകുന്നൊരു ദിവസത്തില്, സ്വന്തം സമ്പത്ത് ശത്രുവായി വരുന്നൊരു ദിവസത്തില് അള്ളാന്റെ മുന്നിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മുഅ്മിന്, അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉമ്മ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ മനസ്സോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെ ജീവിക്കാനായാൽ, ദാലിക മിൻ സുന്നതി, അതെന്റെ സുന്നത്താണ് മോനെ അനസേ. മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് മാറ്റം വരേണ്ടത് അവിടെയാണ്. മഹബ്ബത്തിന്റെ വേദികൾക്ക് യാതൊരു കുറവുകളും ഇല്ലെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞകാല വർഷങ്ങളെക്കാളും റാലികളും മൈക്കിന്റെ ബോക്സുകളും പ്രോഗ്രാമുകളുടെ ഷെഡ്യൂളുകളൊക്കെ വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ റാലിയിൽ തന്നെ 10 തരം ഡ്രസ് കോഡുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹബ്ബത്തിന്റെ പ്രകടനങ്ങൾക്ക് യാതൊരുവിധ ക്ഷാമവുമില്ലാത്തൊരു കാലത്ത്